ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഷൈജോട്ടൻ്റെ കുറച്ച് കൃഷിയിടമുണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയി നമുക്ക് പരിചയപ്പെടാം എല്ലാ സ്ഥലങ്ങളും. ഹായ് കാണിക്ക്, ഹായ് കാണിക്ക്. ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷിയിടത്തിലേക്ക്, നമ്മുടെ കൃഷിയിടത്തിലേക്ക് പോകും. ഇതൊരു നാടൻ വഴുതിരിങ്ങയാണ്. സോ ഞാൻ വെച്ചാണ്, ചെറിയ തൈ നട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടോ. ഇതിൽ കായൊക്കെ വന്നു, ഒരു വിഷവും ഇല്ല, നാടൻ കായാണ്. ഉണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ. വാ, അതൊന്നും കുഴപ്പമില്ല. നല്ല നാടൻ കായാണ്. ഞാനേ വെച്ച് വെള്ളമൊഴിച്ച് വലുതാക്കിയതാണ്. വാഴനെ വലുതാക്കി ഗൈസ്. അതൊന്നുമല്ല, എനിക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്ഥലമൊന്നുമില്ല, പൊതു സ്ഥലമാണ്. അപ്പോൾ അവിടെ വേസ്റ്റായി കിടക്കണമെന്ന് വെച്ചിട്ട് കുറച്ച് വാഴയൊക്കെ വെച്ചു, കുറച്ച് മുളക് തൈ, വഴുതിരിങ്ങ, അങ്ങനെ കുറേ തൈ വെച്ചു. കായും കാച്ചിട്ടുണ്ട്. ഇതൊരു വാഴ, ഒരു പപ്പായ വെച്ചിട്ട്, നമ്മുടെ പപ്പായ എന്നത്തെയും പോലെ. ഇവിടെ നിന്ന് സമയം കിട്ടാത്തത് കൊണ്ട് ക്ലീൻ ചെയ്തിട്ടില്ല. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. വാഴയൊക്കെ കുഴച്ചപ്പോൾ എന്നും കാലത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ കൊണ്ട് ഒഴിക്കും. വീട്ടിൽ പശുവിൻ്റെ ചാണകമൊക്കെ ഇവിടെയാണ് കൊണ്ട് കൊട്ടുക. അപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്ത്, വേറെ യൂറിയ അങ്ങനെയൊന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ നാടൻ പശുവിൻ്റെ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ ഗൈസ്? കാണിച്ചു തരാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഷൈജുവട്ടം മണ്ണ് കൂട്ടി കൊടുക്കുകയാണ്. ഇതെന്ത് ചെടിയാണ്? ഇത് മുളക് തൈ. മുളക് തൈയാണ്. ഇതും അയാൾ വെച്ചതാണ് കേട്ടോ. കയ്യിലെന്താ, ആരെങ്കിലും വെട്ടിയതാണോ? ഇത് അവിടെ മുറിയായിരുന്നു. ഗൈസ്, ഇതാ പോണതാണ് ഷൈജുവട്ടൻ്റെ അമ്മ. ഹായൊക്കെ കാണിക്കണ്ട്. ഇത് ഷൈജുവട്ടൻ്റെ അച്ഛൻ. മണ്ണിനടിയിൽ പൊന്നമ്മ എന്താന്ന് പറയാൻ പറ്റും. ഇതാ നമ്മളെ മഞ്ഞൾ ഞാൻ വെച്ചാണ്, നാടൻ മഞ്ഞൾ. നല്ല സാധനമാണ്, ഒറിജിനൽ. ഉണ്ടോ, എന്താ മണം അറിയോ? മണ്ണിനടിയിലെ പൊന്നമ്മ എന്നറിയപ്പെടുന്നത്. സ്വർണം. വിതച്ചവൻ കൊയ്യും എന്നതിനുള്ളതാണ് ഒരു ഫല തെളിവാണിത്. ചെറിയ തൈ വെച്ചാൽ അത്യാവശ്യം നല്ല ഇതായി പിടിച്ചിട്ടുണ്ട് മഞ്ഞൾ. ഇതിനടിയിൽ ഇനിയും ഉണ്ടാവും. ഒരു തക്കാളി ചെയ്ത് ഇതിൻ്റെ അടിയിൽ ഇനിയും മഞ്ഞളുണ്ട്, നമുക്ക് നോക്കാം. പ്യൂർ സാധനം. ഇതുപോലത്തെ ഒന്ന് വെച്ചാണ് ഗൈസ്. നോക്കി, ഇത്രയും കിട്ടി ഒരു ചെടിയെന്നാ. പക്ഷേ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചതിക്കില്ല. നമ്മൾ എന്ത് വെച്ചാലും അതിൻ്റെ ഫലം 100% നമുക്ക് കിട്ടും.
ഇവിടെ ഉണ്ട് നോക്കിട്ടോ. അയ്യോ ഗൈസ്, ഇതിൻ്റെ അടിയിലൊക്കെ ഞാൻ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. അവിടെ മുളക് തെയ്യും ഇതിനടിയിൽ ഗൈസ്, ഇതിനടിയിൽ മഞ്ഞളാണ്. ഗൈസ് ഇതിനടിയിൽ മഞ്ഞളാണ്. ഷൈജുവേട്ടൻ മഞ്ഞൾ ഉളക്കി എടുക്കണം. ചെരിപ്പഴിഞ്ഞു ഗൈസ്. ഇതെന്താണ്, പമ്പരോ? പമ്പരം പോലെ ഉണ്ടല്ലേ. ഒരു വർഷം കൂടുതലായി ശരിക്കും വെച്ചിട്ട് ഇവിടെ. അതാണ് സംഭവം. പിന്നെ അടിയിലുണ്ട് ഗൈസ്. ഞാൻ പറയാം, ഈ മഞ്ഞൾ കണ്ടപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇത് അച്ഛനാണ്, അത് അപ്പുറത്ത് നമ്മുടെ രാമദാസേട്ടനാണ് നോക്കി നിൽക്കണവർ. ഇതിനടിയിൽ ഇനിയും ഉണ്ട് ശരിക്കും. ഇതിങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുന്നുണ്ടോ? കഴിയും. കുറച്ച് തെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3-4 തെയ്യ്. വാവ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും. മഞ്ഞൾ ഇഞ്ചിയെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് തെയ്യേ വെച്ചിട്ടുള്ളൂ, എങ്കിലും സൂപ്പറായി കാഴ്ചിട്ടുണ്ട്. അമൃതിയോ? അമൃതൊക്കെ പറയാം. കുറുക്കുമീൻ എന്നറിയപ്പെട്ടില്ലേ, ആ സാധനമാണിത്, മഞ്ഞളാണിത്. ഗൈസ് അമൃത ഫേസ് കാണിക്കണില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ ഇതുപോലെ വെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള കുറുക്കുമീനൊക്കെ വാങ്ങുന്നത്. കണ്ടോ, മഞ്ഞൾ കുറുക്കുമീൻ. പക്ഷേ ഒരു ചെറിയ തൈ വെച്ചാണ്, മുരുങ്ങ തൈയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയപ്പോൾ ഞാൻ വെട്ടി വിട്ടതാണ്. അതുകൊണ്ട് നന്നായി പുതുതായിട്ട് വന്നിട്ടുണ്ട്. മുരുങ്ങ വലിക്കണം. നമ്മൾ മണ്ണിൽ എന്ത് വെച്ചോ അതിൻ്റെ 100% നമുക്ക് ഫലം കിട്ടുന്നുള്ളതിനുള്ള തെളിവാണ് ഇതൊക്കെ. ശരിക്കും ഇതുപോലുള്ളൊരു ചെറിയൊരു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ഒരു 4 കിലോനോളം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മണ്ണൊരിക്കലും നമ്മളെ ചതിക്കില്ല. ഇതിനുള്ള ഒരു തെളിവും കൂടി ഞാൻ കാണിച്ചു തരാം. വേറൊരു സാധനം വെച്ചിട്ടുണ്ട്, അത് വാഴയാണ്. പക്ഷെ പൊട്ടി വീണിട്ട് പഴുത്ത് നിൽക്കണം. ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് നോക്കിയത്. നമുക്കതിൽ നല്ല നാടൻ കായാണ്. അവിടെയൊക്കെ കണ്ടില്ലേ, ഇത് ഇവിടെ അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തോട്ടുവരമ്പിൻ്റെ സൈഡായിട്ട് വെച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു കൊലയുണ്ടായി. പക്ഷെ പൊട്ടി വീണു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, സംഭവം കായ് പഴുത്തിട്ടുണ്ട്. എന്താ നല്ല ടേസ്റ്റാണ്. ഞാൻ നമ്മുടെ പശുവിൻ്റെ വളം അതുപോലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഉണ്ടോ, നമുക്ക് ഈ കൊല വറ്റിയെടുക്കാം. നല്ല കൊലയാണ്, അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഒന്ന് കഴിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണ്ണൊരിക്കലും നമ്മളെ ചതിക്കും. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇത് കുറച്ചും കൂടെ ഈ കായ് വലുതാവാനുണ്ട്. പക്ഷെ പെട്ടെന്ന് പൊട്ടി വീണു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഏകദേശം ഞാൻ ഇവിടെ നിന്ന് ഒരു 10-20-50 കൊലയോളം ഞാൻ വെട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഈവ എന്തൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കൂ. ഒന്ന് ഷൈജുവേട്ടൻ വെച്ച വാഴക്കൊലയാണ്. ടേസ്റ്റ് ഇല്ലേ? സംഭവം നമ്മളിതിൽ ഞാൻ പറഞ്ഞില്ലേ, വേറെ രാസവളങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല. ഞാൻ പശുവിൻ്റെ വളം ഇതൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സാണ്. ഞാൻ വേറെ ഫ്രീ ടൈമിലൊക്കെ ഇവിടെ വന്ന് ഇറങ്ങാറുണ്ട്, ഇതുപോലെയൊക്കെ ചെയ്യും. ഒത്തിരി കൊല ഞാൻ വെട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. വാഴക്കൊല, മുളക് തൈ, മുരങ്ങ, ഇപ്പോൾ കണ്ടില്ലേ, മഞ്ഞൾ, ഇഞ്ചി, കൊത്തവര, അവരയ്ക്ക, ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ്. എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു ഫ്രീ ടൈമിൽ ഞാൻ കണ്ടെത്തുന്ന എൻ്റെ ഹോബീസാണ് ഇതൊക്കെ. നമുക്ക് ഈ അമൃതയ്ക്കും കൂടി ഒന്ന് കൊടുത്ത് നോക്കാം. അമൃതത്തെ ഒന്ന് കഴിച്ച് നോക്ക്, ടേസ്റ്റ് ഉണ്ടോ നോക്ക്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് പഴം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലവും കൂടിയാണ് ഇത്. തള്ളുവണ്ടി മുന്തിയിട്ട് വരുന്നു ഗൈസ്. ഇതിലാണ് ഗൈസ് ഞാൻ വളമൊക്കെ കിടക്കാറ്. ഇതിൽ ഇവിടെ കൊണ്ടൊന്ന് കൊട്ടണം. എനിക്ക് വീട്ടിൽ നിന്ന് അത്ര ദൂരത്തൊന്ന് വരണം. സോ അപ്പോൾ ഇതിൽ കൊണ്ടുവരും. ഇതിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. ബാക്കി ഇവിടെയൊക്കെ ഇടും, ഇവിടെ കൊട്ടും. അപ്പം നമുക്ക് ഇതിലാകുമ്പോൾ എല്ലാ സാധനവും കൊണ്ടുപോകാം. നല്ല സൗകര്യമുണ്ട്.
വാഴക്കുല കുറെ മഞ്ഞളുണ്ട്. പ്രാവശ്യം നല്ല കുറച്ചുകൂടി നിറയെ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വെച്ചിട്ടുണ്ടാകും. പക്ഷേ സ്ഥലം പരിമിതിയാണ് ഇവിടെ. തോടാ പോകുന്നത്. ഞാനിതപ്പോൾ ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് ഇതിൽ ചാലിലൂടെ വെള്ളം വരുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ വെള്ളം ഒഴിച്ച് ഇവിടെയൊക്കെ ചെടിക്കൊക്കെ നനച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഫലമാണ് ഗൈസ് ഇത്. ഫേസിലൊക്കെ ചെയ്യേണ്ടവർക്ക് ഇതൊക്കെ ഈ മഞ്ഞളൊന്ന് അരച്ചിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ഇതിന് 1 കിലോ ഉണ്ടോ? പച്ചമുളകൊന്നും ശരിക്കും ആയിട്ടില്ല. കുറച്ച് ഒരു 10-15 കായൊക്കെ വലിച്ചു. ഇനി ആവാനുണ്ട്. തക്കാളി ചെറിയ കായ ഇട്ടിട്ടുണ്ട്. ചെറിയ ഞാൻ കണ്ടില്ല, പൊട്ടിപ്പോയി. നല്ല ടേസ്റ്റ്. ഒരു തക്കാളിയൊക്കെ എടുത്ത് കഴിച്ചു നോക്കിയാലേ വേറെ ലെവലായിരിക്കും. വിഷാംശമില്ലാത്ത കുറേ പച്ചക്കറികൾ നമുക്ക് ഇതുപോലുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ വെച്ചുണ്ടാക്കിയാൽ നമുക്ക് സൂപ്പറായി കഴിക്കാം. ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വിഷാംശമില്ലാത്ത കുറച്ച് നല്ല കായ്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉള്ള കുറച്ച് സ്ഥലമാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ വെച്ച് കഴിഞ്ഞാൽ നല്ല വിഷാംശമില്ലാത്ത നല്ല കായ്കറികൾ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും എന്നതിനുള്ളൊരു തെളിവും കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു 6 വാഴക്കൊല കൂടെ വെട്ടാനുണ്ട്. പക്ഷെ ആയിട്ടില്ല. ഓരോന്നും ഓരോ പരുവത്തിലാണ് ആയിരിക്കുന്നത്. ഗൈസ് ഇവിടെയൊന്നുണ്ട്, ഇവിടെയൊന്നുണ്ട്. ഇതുണ്ടോ? ഇത് പക്ഷെ ക്ലിയറായി കാണുന്നില്ല. ഇതാ ഒന്ന് അമൃതനെയും കയറ്റിയിരുത്തിയല്ലോ. ഈവി ഒന്ന് തള്ളി നോക്കാണ്. തള്ളി വെയിറ്റ് ഉണ്ടോ ഇവേ? ഈവ തള്ളാൻ പിന്നെ മിടിക്കിയത് തൊട്ട് തള്ള ജീവേ. കൊണ്ടുപോ. ഈവ ഒന്നും തള്ളി നോക്കിയതാണ്. പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ചാടി അതും ചാടി നിൽക്കാം. കണ്ടോ ഗൈസ്? ഹായ്. പുല്ല് കൊടുത്താൽ പാല് കിടക്കും, വന്തേണ്ട പാൽക്കാരെ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹലോ പറ. കഴിച്ചോ വേണ്ടത്ര കഴിച്ചോ. നാണം വന്നു ക്യാമറന്റെ മുന്നില്. ഭയങ്കര പാവമാണ്, അമ്മണിക്കുട്ടി പാവമാണ്. പക്ഷെ ഭയങ്കര പേടി ജാസ്തി. ഇത് കണ്ട ഷൈജു ചേട്ടനെ തന്നെ പേടിക്കണം. ഇത് നമ്മുടെ കിങ്ങിണിയാണ് ഗൈസ്. കിങ്ങിണിക്ക് വെള്ളം കിട്ടാനുണ്ട്. ദേഷ്യമൊന്നുമില്ല. പുല്ല് വക്കയിലിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഗൈസ്. പോട്ടെ കേട്ടാ. അമ്മണിക്ക് ഒരു പഴം കൊടുത്തരാം. ഗൈസ് ഒരു പഴം അമ്മണിക്കുട്ടിക്കും കൂടി കൊടുക്കാം. ഗൈസ് ഉമ്മ കൊടുക്കണം. ഗൈസ് അതിനിടയിൽ അമ്മ വന്നു. ചാണകം എടുക്കാൻ വന്നാണ്. ചാണകം അപ്പുറത്താണ്. ഇനി വേണമെങ്കിൽ ഒരു കുരുമുളക് തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായി കായ്ച്ചിട്ടുണ്ട്. വേണ്ട ഫുള്ളായിട്ട്. കുരുമുളകിനൊക്കെ എന്താ വില? ഗൈസ് ഈ കാണുന്നത് മൊത്തം കുരുമുളകാണ്. 100 രൂപയാണ്. വേണ്ട നന്നായി കായ്ച്ചിട്ടുണ്ട്.
എന്ത് അതെന്ത് പറഞ്ഞു മഞ്ഞൾ നമ്മളൊരു ചെറിയ കർഷകനാണ്, പക്ഷെ നമുക്കൊരു അംഗീകാരമൊന്നും തന്നിട്ടില്ല. കുഴപ്പമില്ല, മണ്ണ് നമുക്കുള്ള അംഗീകാരം തന്നിട്ടുണ്ട്. ആ പാട്ട് പാടി. മഞ്ഞളും ചന്ദനവും ചേരും സന്തോഷ് മമ്മി. തെനയാണത്. തെനയാണ് ഗൈസ്. എല്ലാവരും വിശന്നിരിക്കുകയാണ്. വാ 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 വാ. ഗൈസ്, ഞാൻ നിൽക്കുന്ന കാരണം പക്ഷികളൊന്നും തീറ്റ കഴിക്കാൻ വരുന്നില്ല. അതുപോലെ നമുക്ക് ഇതിലെന്താ ചെയ്യുന്നത് നോക്കിയിട്ടില്ല. ഗൈസ്, താറാവിൻ്റെ പേരാണ് താറു. താറു താറു എന്താണ് കൊത്തുന്നു കോഴി. താറോനെ കിട്ടി. തീറ്റയൊക്കെ തിന്നിട്ട് ആൾ ജാളിയായിട്ട് നടക്കണം ഗൈസ്. ജാളിയായിട്ട് ഇങ്ങനെ നടക്കണം. നല്ല തിമിരാണ് ഇതിന്, പക്ഷെ വിളിച്ചാലൊക്കെ വരും. പാവമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ കൊച്ചു കൃഷിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് നന്ദി. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചമർത്തി പൊടിക്കുക. ഓക്കെ, ബൈ ബൈ.